Hello, welcome back to Nisha's Powerful Kitchen. Nisha's Powerful Kitchenലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാന്നുള്ളത് നോക്കാം. പുഴമീൻ എന്ന് പറയുമ്പോൾ വലിയ പുഴമീനൊന്നുമല്ല, ചെറിയ പൊടിമീനുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. അതിനു മുൻപായി ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചെറിയ പരല്, പതിപ്പൂട്ട ഇങ്ങനെയുള്ള മീനുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായി ഉപ്പിട്ട് കഴുകി നന്നാക്കിയതിന് ശേഷം നല്ല കല്ലുപ്പിട്ട് കഴുകിയെടുക്കുക. എങ്കിലേ പുഴമീനുകളും എല്ലാ മീനുകളും വൃത്തിയായി കിട്ടുകയുള്ളൂ. അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണിത്. അതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഈ മീനിലേക്ക് പിടിക്കുന്നത് വരെ കൈകൊണ്ട് തന്നെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇഞ്ചി ചതച്ചത് ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. ഇഞ്ചി ചേർത്ത് കൊടുത്താൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അടിയിൽ മസാലകൾ കരിഞ്ഞതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ മസാലകൾ ചേർത്ത് കൊടുത്ത മത്സ്യം കുറച്ച് സമയം മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് മത്സ്യം വറുത്ത് കോരുന്നതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല തേച്ച മീൻ കുറേശ്ശെയായി എണ്ണയിൽ ഇട്ട് കൊടുത്ത് വറുത്ത് കോരാവുന്നതാണ്. പാകത്തിന് എണ്ണയുള്ള ഭാഗങ്ങളിലേക്കായി മത്സ്യത്തെ മാറ്റി വെച്ച് ഫ്ലെയിം നല്ലോണം മീഡിയം ഫ്ലെയിമാക്കി കൊടുക്കുക. ഫ്ലെയിം കൂടി പോവരുത്. എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുക്കുക. മസാല തേച്ച് വെച്ചിട്ടുള്ള മത്സ്യം അല്പാൽപമായിട്ട് എല്ലാ ഭാഗത്തേക്കും ഫ്രൈ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അടച്ചിട്ടുകൊണ്ട് വേവിക്കാം. അല്ലാതെ നമുക്ക് ഈ മത്സ്യത്തെ വറുത്ത് കോരാവുന്നതാണ്. നമ്മൾ മസാല തേച്ച് കുറച്ച് സമയം, ഒരു 15 മിനിറ്റോളം, അത് എത്രത്തോളം മാറ്റി വയ്ക്കുന്നുവോ അത്രത്തോളം മസാല മത്സ്യത്തിലേക്ക് പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് വരും. അങ്ങനെ മസാല തേച്ച് മാറ്റി വയ്ക്കുന്ന മത്സ്യം വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മസാല തേച്ച അപ്പം തന്നെ അത് വറുത്ത് കോരുന്നേക്കാൾ കുറച്ച് സമയം അത് മാറ്റി വെച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മത്സ്യം പുഴമീൻ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തു നിന്നും ഒരു ഭാഗമായിട്ടുള്ള മത്സ്യത്തെ എല്ലാ മത്സ്യവും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഒരേപോലെ വേവണം. അല്പം ഓയിൽ കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിൽ കുറച്ചുകൊണ്ട് വറുത്ത് കോരാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് വറുത്ത് കോരിയതിന് ശേഷം അടുത്ത ട്രിപ്പിൽ മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എല്ലാ മീനും ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എങ്കിലേ 2 ഭാഗവും ഈക്വലായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഫ്രൈ പാനിലാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. വേഗം തന്നെ നമുക്ക്
അടി പിടിക്കാതെ തന്നെ മത്സ്യം മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇരുഭാഗവും ഇപ്പോൾ കണ്ടോ, ഓയിലിൽ നിന്നെല്ലാം വേറിട്ട്, ചട്ടിയിൽ നിന്നെല്ലാം വേറിട്ട് കിട്ടും, ഈസി ആയിട്ട് ഇളകിപ്പോരും. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും വെന്തതിനാലാണ് ഇങ്ങനെ ഈസി ആയിട്ട് ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടുന്നത് മീൻ. അപ്പോൾ രണ്ട് ഭാഗവും വെന്തിട്ടുണ്ട്. നമ്മൾ ആ മത്സ്യം വറുത്ത് കോരുകയാണ്. ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾ മസാല തേച്ച് മാറ്റി വെച്ച മത്സ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ വറുത്ത് ചട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം ഒരു തവണയും കൂടെ നമുക്ക് ബാക്കിയുള്ള മത്സ്യത്തെ കൂടി വറുത്ത് കോരാവുന്നതാണ്. ഈ സമയം നമുക്ക് എണ്ണ പോരാ എന്ന് തോന്നുന്നുവെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ മത്സ്യം വറുത്ത് കോരാനുള്ളതിനാൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കിയുള്ള മത്സ്യം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട കൂടി കിടന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഓരോന്നായി വെതറി കൊടുക്കുക. ഓരോ മത്സ്യവും ചട്ടിയിൽ നിരത്തി കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള എല്ലാ മത്സ്യവും ഇതുപോലെ ഫ്രൈ പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഈ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എണ്ണയെ സ്പ്രെഡ് ചെയ്യിക്കാം. അത് ചട്ടി ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം അതും നമ്മൾ വറുത്ത് കോരി, അങ്ങനെ 2 തവണയായിട്ട് നമ്മൾ വെച്ച എല്ലാ മത്സ്യവും നമ്മൾ വളരെ ഭംഗിയായിട്ട് വറുത്ത് കോരിയെടുത്തു. അടിപൊളിയായിട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പുഴമീൻ വറുക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ പുഴമീൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.